നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് 2024 അവാർഡുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗുൽസാർ, രാംഭദ്രാചാര്യ എന്നീ രണ്ടു പേർക്കാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഗുൽസാർ ഉറുദു കവിയും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961 നൽകി തുടങ്ങിയത് 1965 ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് താരാശങ്കർ ബാന്തോപാധ്യായക്കാണ്. അദ്ദേഹം ഒരു ബംഗാളി എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഗണദേവത. തമിഴിൽ നിന്നും ആദ്യമായി ലഭിച്ചത് PV അഖിലാണ്ടനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ചിത്തിരപ്പാവേ. 57ാമത് ലഭിച്ചത് ദാമോദർ മൗസോയ്ക്കാണ്. കൊങ്കിണി എഴുത്തുകാരനാണ് ദാമോദർ മൗസോ. അപ്പോൾ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്നാണ്? 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്. നൽകി തുടങ്ങിയത് എന്നു മുതലാണ്? 1965 മുതലാണ് നൽകി തുടങ്ങിയത്. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ്. രണ്ടാമത് ലഭിച്ചത് താരാശങ്കർ ബാന്തോപാധ്യായക്കാണ്. ബംഗാളി എഴുത്തുകാരനാണ്. ഗണദേവത അദ്ദേഹത്തിന്റെ കൃതിയാണ്. തമിഴിൽ നിന്നും ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PV അഖിലാണ്ടനാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ചിത്തിരപ്പാവേ. 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദാമോദർ മൗസോയ്ക്കാണ്. ദാമോദർ മൗസോയ്ക്ക് അദ്ദേഹം ഒരു കൊങ്കിണി എഴുത്തുകാരനാണ്. 58ാമത് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ്. 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ച ആർക്കാണ്? പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത്. അപ്പോൾ 2024 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. കൃതി ഏതാണ്? രൗദ്രസാത്വികം. സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയത് 1991 KK ബിർള ഫൗണ്ടേഷനാണ്. 8ാം പട്ടികയിലെ 22 ഭാഷകളും സരസ്വതി സമ്മാനത്തിനായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. 8ാം പട്ടികയിലെ 22 ഭാഷകളിൽപ്പെടുന്ന കൃതികളും സരസ്വതി സമ്മാനത്തിനായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ എത്ര ഭാഷകളാണുള്ളത്? 22 ഭാഷകളാണ് ഉള്ളത്. സരസ്വതി സമ്മാനത്തിന്റെ സമ്മാന തുക 15 ലക്ഷം രൂപയാണ്. ആദ്യമായി സരസ്വതി സമ്മാനം ലഭിച്ചത് ഹരിവംശറായ് ബച്ചനാണ്. രണ്ടാമത് രമാകാന്തരത്. 32ാമത് ലഭിച്ചത് ശിവശങ്കരിക്കാണ്. സൂര്യവംശം എന്ന കൃതിക്കാണ്. അപ്പോൾ 32ാമത് സരസ്വതി സമ്മാനം ലഭിച്ച ആർക്കാണ്? ശിവശങ്കരി. സൂര്യവംശം എന്ന കൃതിയാണ്. അപ്പോൾ സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയതെന്നാണ്? 1991 KK ബിർള ഫൗണ്ടേഷനാണ്. 8ാം പട്ടികയിൽപ്പെടുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ഭാഷകളാണ് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമ്മാന തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഹരിവംശറായ് ബച്ചനാണ്. രണ്ടാമത് രമാകാന്തരതിനാണ്. 32ാമത് ലഭിച്ചത് ആർക്കാണ്? ശിവശങ്കരിക്കാണ്. സൂര്യവംശം എന്ന കൃതിക്കാണ്. 33ാമത്തെ സരസ്വതി സമ്മാനം ലഭിച്ച ആർക്കാണ്? പ്രഭാവർമ്മ. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ്. പത്മ അവാർഡ് 2024 എത്ര പേർക്കാണ് ലഭിച്ചത്? 132 പേർക്കാണ് പത്മ പുരസ്കാരം 2024 ലഭിച്ചത്. അതിൽ പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു. പത്മഭൂഷൺ 17 പേർക്ക്, പത്മശ്രീ 110 പേർക്ക്. അങ്ങനെ പത്മ അവാർഡ് 2024 132 പേർക്കാണ് ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ച 5 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? വൈജയന്തിമാല, ചിരഞ്ജീവി, M വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പടക്ക്. അങ്ങനെ 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ച 5 പേർ ആരൊക്കെയാണ്? വൈജയന്തിമാല, ചിരഞ്ജീവി, M വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പടക്ക്. അങ്ങനെ 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മഭൂഷൺ എത്ര പേർക്ക് ലഭിച്ചു? 17. പത്മശ്രീ 110. അങ്ങനെ പത്മ അവാർഡ് 2024 എത്ര പേർക്കാണ് ലഭിച്ചത്? 132 പേർക്കാണ്. അടുത്തത് വ്യാസസമ്മാൻ 33ാമത് 2023 വ്യാസസമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
പുഷ്പഭാരതിക്കാണ്. പുഷ്പഭാരതിയുടെ നോവലാണ് യാദേൻ യാദേൻ ഔർ യാദീൻ. യാദേൻ യാദേൻ ഔർ യാദീൻ ആരുടെ നോവലാണ്? പുഷ്പഭാരതി. 33ാമത് വ്യാസസമ്മാൻ 2023 ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതിക്കാണ്. വ്യാസസമ്മാൻ ഏർപ്പെടുത്തിയത് 1991 ആരാണ് അവാർഡ് നൽകുന്നത്? കെ ബിർള ഫൗണ്ടേഷനാണ്. കെ ബിർള ഫൗണ്ടേഷനാണ് 1991 വ്യാസസമ്മാൻ ഏർപ്പെടുത്തിയത്. 1991 ആദ്യമായി ലഭിച്ചത് രാംവിലാസ് ശർമ്മയ്ക്കാണ്. 92 ശിവപ്രസാദ് സിംഗ്. 2022 ഡോക്ടർ ഗ്യാൻ ചതുർവേദിക്കാണ് നോവൽ പകൽഖാന. അപ്പോൾ 1991 ആദ്യമായിട്ട് വ്യാസസമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാംവിലാസ് ശർമ്മയ്ക്കാണ്. 92 ശിവപ്രസാദ് സിംഗ്. 2002 ഡോക്ടർ ഗ്യാൻ ചതുർവേദിക്കാണ് നോവൽ ഏതാണ്? പകൽഖാന. 33ാമത് വ്യാസസമ്മാൻ 2023 ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതിക്കാണ്. നോവൽ യാദേൻ യാദേൻ ഔർ യാദേൻ. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും രംഗിറെഡ്ഡി സാത്വിക് സായിരാജിനുമാണ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും രംഗിറെഡ്ഡി സാത്വിക് സായിരാജിനുമാണ്. ഇവർ രണ്ടുപേരും ബാഡ്മിന്റൺ താരങ്ങളാണ്. ഇന്ത്യയിലെ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഇത് നൽകി തുടങ്ങിയത് 91-92 ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദിനാണ്. 2002 ശരത് കമലിനാണ്. ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലിനാണ് 2002 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്ത്യയിലെ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. ഇത് നൽകി തുടങ്ങിയത് എന്ന് മുതലാണ്? 91-92 ആദ്യമായി വിശ്വനാഥൻ ആനന്ദിനാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. 2022 ലഭിച്ച ആർക്കാണ്? ടേബിൾ ടെന്നീസ് താരമായ ശരത് കമലിനാണ്. സമ്മാന തുക എത്രയാണ്? 25 ലക്ഷം രൂപയാണ്. അപ്പോൾ ആദ്യമേ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നാണ് മുമ്പ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം മാറ്റി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി മാറ്റി. അപ്പോൾ ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും സാത്വിക് സായിരാജിനുമാണ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. അർജുന അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? അർജുന അവാർഡ് 2023 26 പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്. ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമിയും ലോങ് ജംപ് താരമായ എം ശ്രീശങ്കറും ഉൾപ്പെടെ 26 പേർക്കാണ് 2023 അർജുന പുരസ്കാരം ലഭിച്ചത്. അർജുന പുരസ്കാരം ആരംഭിച്ചതെന്നാണ്? 1961 അർജുന പുരസ്കാരം ആരംഭിച്ചത്. അപ്പോൾ അർജുന അവാർഡ് 2023 എത്ര പേർക്കാണ് ലഭിച്ചത്? 26 പേർക്കാണ്. ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമിയും ലോങ് ജംപ് താരമായ എം ശ്രീശങ്കറും ഇതിൽ ഉൾപ്പെടുന്നു. 26 പേരുടെയും പേരും അവരുമായി ബന്ധപ്പെട്ട മേഖലയും കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന നൽകിയത്? 5 പേർക്കാണ് 2024 ഭാരതരത്നം നൽകിയത്. അപ്പോൾ അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർപ്പൂരി താക്കൂർ, ലാൽകൃഷ്ണ അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. അങ്ങനെ 5 പേർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. കർപ്പൂരി താക്കൂർ ജൻനായക എന്നറിയപ്പെടുന്നു. 49ാമത് ഭാരതരത്നമാണ് കർപ്പൂരി താക്കൂർ ലഭിച്ചത്. 50ാമത് ഭാരതരത്നം ലഭിച്ചത് ലാൽകൃഷ്ണ അദ്വാനിക്കാണ്. 51ാമത് PV നരസിംഹറാവു. 52ാമത്തെ ഭാരതരത്നം ലഭിച്ചത് ചൗധരി ചരൺ സിംഗിനാണ്. 53ാമത് MS സ്വാമിനാഥനുമാണ്. ഭാരതരത്നം ആരംഭിച്ചത് 1954 ജനുവരി 2 ആദ്യം ലഭിച്ചത് C രാജഗോപാലാചാരിക്കാണ്. 1954 ആദ്യത്തെ ഭാരതരത്നം നൽകുമ്പോൾ 3 പേർക്കാണ് ആദ്യമേ ഭാരതരത്നം നൽകിയത്. ആർക്കൊക്കെയാണ്? C രാജഗോപാലാചാരി, C രാധാകൃഷ്ണൻ, CV രാമൻ എന്നീ 3 പേർക്കാണ് ആദ്യത്തെ ഭാരതരത്നം നൽകിയത് 1954. അതിൽ ആദ്യമായിട്ട് ലഭിച്ചത് C രാജഗോപാലാചാരിക്കാണ് ആദ്യത്തെ ഭാരതരത്നം ലഭിച്ചത്.
ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ജേതാവാണ് സച്ചിൻ തെണ്ടുൽക്കർ. ആദ്യത്തെ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞത് ആരാണ് ചോദിച്ചത്? സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ആദ്യത്തെ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഭാരതരത്നം ആരംഭിച്ചതെന്നാണ് 1954 ആദ്യം ലഭിച്ചത് സി രാജഗോപാലാചാരിക്കാണ്. 1954 എത്ര പേർക്കാണ് ഭാരതരത്നം നൽകിയത്? 3 പേർക്കാണ്. ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ എന്നിവർക്കാണ്. ഏറ്റവും പ്രായം കുറഞ്ഞത് ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ആദ്യത്തെ വനിതയാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 2024 5 പേർക്കാണ് ഭാരതരത്നം നൽകിയത്. ആരൊക്കെയാണ്? കർപ്പൂരി താക്കൂർ, ലാൽകൃഷ്ണ അദ്വാനി, പി വി നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, അങ്ങനെ 5 പേർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. അപ്പോൾ 53ാമത്തെ ഭാരതരത്നമാണ് MS സ്വാമിനാഥന് ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് 2024 ലഭിച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ എന്ന ചിത്രമാണ് 2024 ഓസ്കാർ പുരസ്കാരത്തിന് അർഹമായത്. 7 അവാർഡാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. അപ്പോൾ ഓപ്പൺഹെയ്മർ എന്ന ചിത്രത്തിന് 7 പുരസ്കാരമാണ് ലഭിച്ചത്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരമാണ്. അപ്പോൾ 2024 എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമായിരുന്നു? 96ാമത്തെ ഓസ്കാർ പുരസ്കാരമാണ്. മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ ആണ്. മികച്ച സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകൻ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി എമ്മ സ്റ്റോൺ. അപ്പോൾ 2024 നൽകിയത് എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ്? 96ാമത് ഓസ്കാർ പുരസ്കാരമാണ്. മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ ആണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് 2024 ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ഓപ്പൺഹെയ്മറിനാണ്. 7 അവാർഡുകളാണ് ലഭിച്ചത്. അപ്പോൾ ഓസ്കാർ അക്കാദമി സ്ഥാപിതമായത് എന്നാണ്? 1927 ഓസ്കാർ അക്കാദമി സ്ഥാപിതമായത്. അവാർഡ് നൽകിയത് എന്നാണ്? 1929 മെയ് 16 ആദ്യമായി ഓസ്കാർ അവാർഡ് നൽകിയത്. ആദ്യമായി ലഭിച്ച ഇന്ത്യനാണ് ഭാനു അത്തയ്യ. 1983 ആദ്യമായി ഓസ്കാർ അവാർഡ് ലഭിച്ച ഇന്ത്യനാണ് ഭാനു അത്തയ്യ. 1992 സത്യജിത് റോയ്ക്ക് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത്. സത്യജിത് റോയ്ക്ക് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത് എന്നാണ്? 1992 റസൂൽ പൂക്കുട്ടിക്ക് 2009 അപ്പോൾ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്ന എന്നാണ്? 2009 അപ്പോൾ ഓസ്കാർ അക്കാദമി സ്ഥാപിതമായതെന്നാണ്? 1927 അവാർഡ് നൽകിയത് 1929 മെയ് 16 ആദ്യമായി ലഭിച്ച ഇന്ത്യൻ ആരാണ്? ഭാനു അത്തയ്യാണ്. 1983 92 സത്യജിത് റോയ്ക്കും 2009 റസൂൽ പൂക്കുട്ടിക്കും ഓസ്കാർ പുരസ്കാരം ലഭിച്ചു. 2024 96ാമത് പുരസ്കാരമാണ്. മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹെയ്മർ ആണ്. അതിന് 7 അവാർഡുകളാണ് ലഭിച്ചത്. മികച്ച സംവിധായകനാരാണ്? ക്രിസ്റ്റഫർ നോളനാണ്. മികച്ച നടൻ കിലിയൻ മർഫിയാണ്. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി. അടുത്ത ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2024 ലഭിച്ചത് ഷാരൂഖ് ഖാനാണ്. അപ്പോൾ 2024 മികച്ച നടനാരാണ്? ഷാരൂഖ് ഖാനാണ്. മികച്ച നടി റാണി മുഖർജി. മികച്ച സിനിമ ജവാൻ. അപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2024 വെച്ച മികച്ച നടനാണ് ഷാരൂഖ് ഖാൻ. മികച്ച നടിയാണ് റാണി മുഖർജിയാണ്. മികച്ച സിനിമ ഏതാണ്? ജവാനാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാസാഹിബ് ഫാൽക്കെയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാസാഹിബ് ഫാൽക്കെയാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആരംഭിച്ചതെന്നാണ്? 1969 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആരംഭിച്ചത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ദേവിക റാണിക്കാണ്. 1969 ദേവിക റാണിക്കാണ് ആദ്യത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അമിതാഭ് ബച്ചന് 50ാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് 2020. 51ാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രജനീകാന്ത് 2021. 52 ഫാൽക്കെ പുരസ്കാരം ആശാ പരീഖിന് 2022. 53ാമത്തത് വഹീദ റഹ്മാനാണ് 2023. ഷാരൂഖ് ഖാൻ ലഭിച്ചത് 54ാമത്തത് 2024 അപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2024 മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ഷാരൂഖ് ഖാനെയാണ്. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ്. മികച്ച സിനിമ ഏതാണ്? ജവാൻ എന്ന സിനിമയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്?
ദാദാസാഹിബ് ഫാൽക്കെയാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആരംഭിച്ചതെന്നാണ് 1969 ആദ്യം ലഭിച്ചത് ആർക്കാണ്? ദേവിക റാണിക്കാണ് 1969. 50-ാമത്തത് ആരാണ്? അമിതാഭ് ബച്ചന്. 2020, 21 രജനീകാന്ത്. 52-ാമത്തത് 2022 ആശാ പരീഖിന്. 2023 53-ാമത്തെ ആർക്കാണ്? വഹീദ റഹ്മാനാണ്. ഷാരൂഖ് ഖാന് 54-ാമത്തത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ BR കാംബോജാണ്. പ്രൊഫസർ BR കാംബോജിനാണ് ഈ വർഷത്തെ MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത്. MS സ്വാമിനാഥൻ ആരായിരുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം 1925 ജനുവരി 7 ജനിച്ചത്. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ ജനിച്ചത് 1925 ജനുവരി 7 അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചെന്നാണ് 1967 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് 1971. പത്മഭൂഷൺ MS സ്വാമിനാഥൻ ലഭിച്ചതെന്നാണ് 1972. വേൾഡ് ഫുഡ് പ്രൈസ് 1987. പത്മവിഭൂഷൺ 89. ഭാരത് രത്ന മരണാനന്തര ബഹുമതിയായി MS സ്വാമിനാഥൻ നൽകിയത് 2024. അപ്പോൾ MS സ്വാമിനാഥന് ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി നൽകിയത് ഏത് വർഷമാണ്? 2024 അദ്ദേഹത്തിന് ഭാരതരത്നം നൽകിയത്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥനാണ്. അദ്ദേഹം ജനിച്ചതെന്നാണ് 1925 ജനുവരി 7 അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28 പത്മശ്രീ ലഭിച്ചത് 1967. രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് 1971. പത്മഭൂഷൺ ലഭിച്ചത് 1972. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചതെന്നാണ് 1987. പത്മവിഭൂഷൺ ലഭിച്ചത് 1989. ഭാരതരത്ന ലഭിച്ചതെന്നാണ് 2024. അപ്പോൾ MS സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? BR കാംബോജിനാണ്. നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗുൽസാറാണ്. ഉറുദു കവിയായ ഗുൽസാറും രാമഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ്. 33-ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്കാണ്. പത്മ അവാർഡ് 2024 എത്ര പേർക്ക് ലഭിച്ചു? 332 പേർക്ക് ലഭിച്ചു. 33-ാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതി. നോവൽ യാദേൻ യാദേൻ ഔർ യാദീനാണ്. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും സാത്വിക് സായിരാജിനുമാണ്. ഇവർ രണ്ടുപേരും ബാഡ്മിന്റൺ താരങ്ങളാണ്. ഇന്ത്യയിലെ കായിക മേഖല നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്, പരമോന്നത പുരസ്കാരമാണ് ഏത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമാണെന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. അർജുന അവാർഡ് 2023 ലഭിച്ചത് ലോങ് ജംപ് താരമായ M ശ്രീശങ്കർ, ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമി എന്നിവർ ഉൾപ്പെടെ 26 പേർക്കാണ് 2023 അർജുന അവാർഡ് ലഭിച്ചത്. അർജുന അവാർഡ് ആരംഭിച്ചതാണ് 1961. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? 5 പേർക്കാണ്. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് 2024 ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിനാണ്. എത്ര അവാർഡ് ലഭിച്ചു? 7 അവാർഡ് ലഭിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2024 മികച്ച നടൻ ഷാരൂഖ് ഖാനാണ്. MS സ്വാമിനാഥൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? പ്രൊഫസർ BR കാംബോജിനാണ്. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത്. 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.